എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നൊരു 5:30 5:45 ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് എണീറ്റ് പോന്നു കേട്ടോ. ചെറുതിനെ എടുത്തിട്ട് പോന്നു. അപ്പം ഇനി അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുത് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയിട്ടാ. കുറേശ്ശെ ഇങ്ങനെ പണി ചെയ്ത് വരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഈ സൈഡ് ഉണ്ണീനെ എടുത്തിട്ടാണോ എന്തെന്നൊക്കെ അറിയില്ല. പിന്നെ പ്രഷർ വേരിയേഷൻ ഉണ്ട്, അതിൻ്റെയൊക്കെയാണെന്നറിയില്ല. ഈ സൈഡ് മൊത്തം കാല് എല്ല് പൊളിച്ചൽ. ഇനി നമ്മൾ മെൻസസ് ആവാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണോന്നൊന്നും എനിക്കറിയില്ല. ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അവളെ എടുത്തിട്ട് കുറച്ച് നേരം എന്നാൽ പിന്നെ കടച്ചിൽ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഴിനകത്തിൻ്റെ കാര്യം, അതിൻ്റെ ആണോന്നും ഒന്നും അറിയില്ല. ഞാൻ തന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടാന്ന്. ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ പ്രഷർ വേരിയേഷൻ വരുമ്പോഴിങ്ങനെ കാലുവേദന വരും, കാൽസ്യത്തിൻ്റെ ഒക്കെ മരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാൽസ്യത്തിൻ്റെ മരുന്ന് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കഴിക്കുന്നില്ല, ആശുപത്രി കേസ് തൊട്ട്. ഇനി ഇടയ്ക്കും തെളിക്കെങ്കിലും കഴിച്ചേർന്നു. അപ്പോൾ സൂര്യനൊക്കെ ശരിക്കും നമ്മുടെ ജനൽ കൂടെ കാണാണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല, കാണാണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലി ചപ്പാത്തിയാണ് കേട്ടോ. ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞത് ലാസ്റ്റ് ചപ്പാത്തിയാണ്. ആശീർവാദിൻ്റെ പൊടി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ കടയിൽ നിന്ന് റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും തരും, മേമ തരും. ചിലപ്പോൾ അന്ന് ചേച്ചി പോയപ്പോൾ ചേട്ടൻ്റെ റേഷൻ കടയിലാണ് പണി. അപ്പോൾ ചേട്ടനൊക്കെ തരുമൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ തരും. പിന്നെ ഞങ്ങളിങ്ങനെ പൊടി മേടിക്കും. പിന്നെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് ഇവിടെയെന്ന് വെച്ചാൽ ഗോതമ്പ്, ശർക്കര, അതുപോലെ തന്നെ ചെറുപയറാണ് കിട്ടാറ്. ഇളനാട് അങ്ങനെയല്ലായിരുന്നു. ഉഴുന്ന്, വെളിച്ചെണ്ണ, പിന്നെ എന്തിട്ടായിരുന്നു ചെറുപയർ, അങ്ങനെയായിരുന്നു കിട്ടുന്നത്. അല്ല, അവിടെ നുറുക്ക് ഗോതമ്പ് ഇട്ട. ഇവിടെ മുഴുവൻ ഗോതമ്പ് നമ്മൾ കഴുകി പൊടിപ്പിക്കാനുള്ള രീതിക്കുള്ളതാണ് കിട്ടാറ്. അതുകൊണ്ട് ഇപ്പോൾ അത് കിട്ടാറില്ല. 6 മാസം വരെ കിട്ടിയായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു. ഇപ്പം ഇനി അമൃതം പൊടിയുടെ കാര്യമായില്ലോ. അപ്പോൾ അത് കിട്ടാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ കുറുക്കി കൊടുക്കും. മോൾക്ക് ഇങ്ങനെ ഉണ്ട പിടിച്ച് കഴിക്കുന്ന ദോശയൊക്കെ ഇഷ്ടമാണ്, അതിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും ചേട്ടനിപ്പോൾ മുന്നൊക്കെ നല്ല ഇഷ്ടമായിരുന്നു, ഇപ്പോൾ തീരെ താല്പര്യമില്ല. അപ്പോൾ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഞാൻ കാലത്ത് വന്നിട്ട് ഇട്ടിട്ട് വെച്ചത്. കാലത്താണ് എന്തുണ്ടാക്കാന്ന്. ഇത് ഞാൻ മറ്റേ തക്കാളി ചോറിന് വേണ്ടി ഇത്തിരി എടുത്ത് വെച്ചാൽ അത്രേ ഉള്ളൂ. പിന്നെ വല്ല മുട്ട പുഴുങ്ങിയിട്ട് ഉണ്ണിക്ക് ചേർത്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ചെറുത് ഇവിടെ കണ്ട നൈസായിട്ട് ഉറങ്ങുന്നുണ്ട്. വീഡിയോ എടുക്കുന്നത് അറിഞ്ഞാൽ പിന്നെ ആളുടെ വക കുറേ വീഡിയോ എടുത്തുണ്ടാവും കേട്ടോ. അവൾക്കിപ്പോൾ എന്താ പറയുക, ഞങ്ങളെക്കാട്ടും ഇഷ്ടം വീഡിയോ എടുക്കുക. ആളുടെ മുഖം കാണില്ലേ, അപ്പോൾ ആളുടെ കോപ്രായങ്ങൾ കാണുമെന്ന്. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇവിടെ കണിക്കൊന്ന എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്താ പറയുക, വിഷുവാകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാറില്ല കേട്ടോ. ഞങ്ങൾ അപ്പുറത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് അവൻ പൊട്ടിച്ചു കൊണ്ടുവരികയാണ് പതിവ്. ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. നിലത്തൊക്കെ വീണ് നടക്കുന്നുണ്ട്. നല്ല കളറും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം മഞ്ഞ തന്നെയാണ്. ചിലത് ലൈറ്റും ഡാർക്കൊക്കെ ഉണ്ടാവും.